അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹു നാം ഏവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട പൊരുത്തത്തിലാക്കി പെരുമാറാകട്ടെ. സൂഫിസം പലരും പല രീതിയിൽ നമ്മുടെ മുന്നിൽ പല മാർഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരാൾ സൂഫി കഥകൾ കേട്ടാൽ അത് കേവലം ഒരു സിനിമ കാണുന്നത് പോലെയാണ്. ആ ഒരു സിനിമ കാണുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളും അതിലെ ഓരോ രംഗങ്ങളുമൊക്കെ കോർത്തിണക്കി പൂർത്തീകരിച്ച് അതൊരു പൂർണ്ണരൂപത്തിലായി അവസാനിക്കുമ്പോൾ ആ കഥ നമ്മുടെ മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി മറ്റൊരു കഥയിലേക്ക് മനസ്സ് പോവുകയും അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ കഥകൾ കേൾക്കുകയും പുതിയ പുതിയ വാർത്തകളിലൂടെ പുതിയ പുതിയ സംഭവങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നാമൊക്കെ ഓരോ ദിനങ്ങളും തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഈ നാൾ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുപോയത്. ഒടുവിൽ വയനാട് ദുരന്തം, അതുപോലെ തന്നെ പലതരത്തിലുള്ള പുതിയ വാർത്തകൾ പിന്നെയും രംഗപ്രവേശം ചെയ്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപരമായ നാൾവഴികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ റീചാർജ് ചെയ്ത് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉള്ളവർ അതുപയോഗിച്ചുകൊണ്ട് പലതരം വാർത്തകളുടെ പുറകെ ഓരോ മനുഷ്യരും ജീവിതത്തിൻ്റെ തിക്കും തിരക്കിനിടയിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം മാനസികപരമായ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. സ്വന്തം ജീവിതത്തിൽ തന്നെ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളവർ വാർത്തകളിലൂടെ മറ്റു പുതിയ വിഷമങ്ങളും കൂടി കേട്ടുകൊണ്ട് മനസ്സിന് ഇരട്ടി ഭാരമാക്കി മുന്നോട്ട് പോവുകയാണ്. ഒരു റിലാക്സേഷൻ കിട്ടുന്ന അവസ്ഥ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. എല്ലാവരും എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയാൽ എത്രയോ വാഹനങ്ങൾ തിങ്ങി ഞെരുങ്ങി, അതിനിടയിലൂടെ ചില രോഗികളെ കൊണ്ട് അതിവേഗത്തിൽ പോകുന്ന ആംബുലൻസ് മുതൽ മന്ത്രിമാർ വരെ നമുക്ക് യാത്രകളിൽ കാണാൻ കഴിയുന്നതാണ്. ഓരോ ദിനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ വാർത്തകളുടെ പുറകെ പുതിയ പുതിയ ജീവിതങ്ങൾ തേടിപ്പോകുന്നവർ, ഉള്ള ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പരാക്രമപ്പെടുന്നവർ, അതിനേക്കാളേറെ കുടുംബപരമായിട്ടും അല്ലാതെയുമൊക്കെയുള്ള പലതരം വിഷമകരമായ അവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടാണ് ഒരു ദിനം അവസാനിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന നടത്തിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ യുദ്ധം, ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയപരമായ തർക്കം, അങ്ങനെ സാമൂഹ്യപരമായിട്ടും അല്ലാതെയും ഒക്കെ നോക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാതെ ഒരു ദിവസത്തെ തള്ളി നീക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാഴ്ചപ്പാടോടുകൂടി സൂഫിസത്തിലേക്ക് കടന്നു വന്നാൽ പ്രശ്നങ്ങളില്ലാതെ
ഒരാൾക്കും ആത്മീയമായ ദർശനം ലഭിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ആത്മസുഖം ലഭിക്കാൻ നല്ല ചൂടുള്ള ഒരാൾക്ക്, ചൂടുകൊണ്ട് വിയർത്ത് ഒലിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഫാനിൻ്റെ കാറ്റ് കിട്ടുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ യാത്രകൾ ഉള്ളവർ ഒരു സൂഫിയെ ഇഷ്ടപ്പെടുമ്പോൾ, അവൻ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിലൂടെ അവൻ അനുഭവിക്കുന്ന ഓരോ ചൂടും ഒരു കുളിർ കാറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവനിക്ക് ആ സൂഫിയെ പിന്തുടർന്നു പോകാൻ വളരെ സുഖമാണ്. കടന്നു പോകുന്ന നിമിഷങ്ങളെക്കാളെല്ലാം അപ്പുറത്ത് ചെന്നെത്താനുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്ത നല്ലപോലെ മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ യാത്രകളെ നമുക്ക് ആനന്ദമാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടുന്ന് ചെന്നൈക്ക് പോകാൻ ട്രെയിനിൽ കയറിയ ഒരു യാത്രക്കാരനെ പോലെ അവൻ ആ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇരുന്നു കൊണ്ട് പല സ്ഥലങ്ങളും പലതരം ആളുകളും പല അവസ്ഥകളും തരണം ചെയ്തുകൊണ്ട് അവൻ ഓരോ സ്റ്റേഷനുകളും താണ്ടി കടന്നു പോകുന്നത് തനിക്കെത്തപ്പെടേണ്ട ഒരു സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ചുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ ഉറച്ചു കിടക്കുന്നത് കൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ സംഭവങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം വെറും കാഴ്ചകൾ മാത്രമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവൻ എത്തപ്പെടാനുള്ള സ്ഥലവും. മുന്നോട്ട് ട്രെയിൻ കുതിച്ചു പായുമ്പോൾ നമ്മളിലെ പിന്നോട്ട് ഓരോ സ്ഥലങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ച കാലം തൊട്ട് ഇവിടം വരെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം സംഭവങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. നമുക്കെത്തേണ്ട സ്റ്റേഷൻ ആയിട്ടില്ല, നമ്മൾ യാത്രയിലാണ്. ഇനിയും പുതിയ പുതിയ കാഴ്ചകൾ കാണാനുണ്ട്, ഇനിയും പുതിയ സ്റ്റേഷനുകൾ കടക്കാനുണ്ട്, ഇനിയും പല പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട്. അങ്ങനെ പുതിയ സംഭവങ്ങളിലേക്ക് നമ്മൾ മുന്നേറാനായി നമ്മളിൽ നിന്നും അകന്നു പോകുന്ന പഴയ സംഭവങ്ങൾ, ആ പഴയ സംഭവങ്ങളെല്ലാം പുതിയ സംഭവങ്ങളിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന മഹൽ ഉസ്രി യുസ്റ, ഇന്ന മഹൽ ഉസ്രി യുസ്റ. ഞെരുക്കത്തിലൂടെ മാത്രമേ നിനക്കൊരു എളുപ്പമുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആ യാത്രയ്ക്ക് പിന്നിൽ നിന്ന് നമ്മളെ തള്ളുന്ന ഒരാളുണ്ട്. ആ ആളെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ചലിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കാണാൻ കഴിയുന്നത്, ചിന്തിക്കാൻ കഴിയുന്നത്, പ്രവർത്തിക്കാൻ കഴിയുന്നത്, ആഗ്രഹിക്കാൻ കഴിയുന്നത്, അങ്ങനെ പലതും കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചലിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചലനത്തിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവാണ്. ആ വായു നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ പ്രകൃതിയിൽ നമുക്കത് കിട്ടുന്നു. ആ പ്രകൃതിയുടെ സൃഷ്ടിതാവ് പ്രപഞ്ചനാഥൻ, അവന് നാം ഒരു പേരിട്ടു, അള്ളാഹു. ആ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പുറകിൽ നിന്നൊരാൾ തള്ളുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ തള്ളി നീക്കുന്ന ആ ശക്തി നമ്മളെ കാണുന്നുമുണ്ട്. നമ്മൾ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും അവൻ അറിയുന്നുണ്ട്. അവനെല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളത് മറന്നുകൊണ്ട് പല തെറ്റുകളിലേക്കും കടന്നു പോകാറുമുണ്ട്. എല്ലാം കാണുന്നവനെ, എല്ലാം അറിയുന്നവനെ അവസാന നിമിഷം കാണാനുള്ളതാണെന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ നേരെ കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി അവൻ ഇട്ടുതരുന്ന ചില തന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയമായ മേഖലയെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. സത്യത്തിൽ സൂഫി കഥകൾ കേൾക്കുമ്പോൾ വലിയ ആനന്ദം തോന്നും.
അത്തരം കഥകൾ കേൾക്കുമ്പോൾ, അത്തരം മഹാരഥന്മാരുടെ അത്ഭുത കഥകൾ കേൾക്കുമ്പോൾ, അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നൊക്കെ പറയുന്ന സിനിമ പോലെ ഒരാനന്ദത്തോടു കൂടി ആ കഥ വായിച്ച് രസിക്കാം. പക്ഷേ ആ കഥ വായിച്ച് രസിക്കുന്ന നമ്മൾ ആ കഥയിലെ കഥാപാത്രങ്ങളായി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരീക്ഷണത്തിൻ്റെ ഉടമകളായി നമ്മൾ തീരും. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങളുള്ളത്. ഞാൻ പറയുന്ന ഈ ശബ്ദത്തിന് താഴെ കമൻ്റ് ഇടുന്ന പലതരം ആളുകളെ കാണുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. പലരും പല രീതിയിൽ നന്ദി സൂചകമായിട്ടുള്ള മറുപടികളും, ചിലർ ആത്മീയപരമായ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടിട്ടുള്ള കമൻറ്റുകളും, ഒട്ടും മനസ്സിലാക്കാത്തവർ പരിഹാസ രൂപത്തിലും ഒക്കെ കമൻറ്റുകൾ ഇടും. നമുക്ക് എഴുതാൻ എളുപ്പം കഴിയും. എഴുതുന്ന ഓരോ വാക്കുകളും നമ്മൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് എഴുതാൻ കഴിഞ്ഞത് എന്നൊന്ന് പരിശോധിച്ചാൽ ആ ഓരോ വാക്കുകളും നമ്മുടെ കൈവിരലുകളിലൂടെ നമ്മുടെ ചിന്തകളിൽ നിന്നും ഉദിച്ചുയർന്ന അറിവുകളൊക്കെ കൈവിരലുകളിലൂടെ എഴുതി ഫലിപ്പിക്കുമ്പോൾ ആ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും വ്യക്തമായ രൂപത്തിൽ എഴുതാൻ കഴിഞ്ഞത് എത്രയോ പരിശ്രമങ്ങൾ കൊണ്ടാണെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. ഏറെ കാലത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള യാത്രകളിലൂടെ നേടിയെടുത്ത അറിവാണ് നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ കൈവിരലിലെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ഭംഗിയായ രൂപത്തിൽ ഒരു പത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു 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 പേപ്പറിലേക്ക് പകർത്തി എഴുതാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ മേഖലയിൽ സഞ്ചരിച്ചു പോകുന്നവർ, ആ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ആ വ്യത്യസ്തമായ അനുഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അയാൾ ചെന്നൈക്ക് പോവുകയാണ്. ഓരോ സ്റ്റേഷൻ കടക്കുന്നതിനനുസരിച്ച് കൊണ്ട് ആ വണ്ടിയിലേക്ക് കയറുന്ന ആളുകളുടെ സംഭാഷണ രീതികൾക്കൊക്കെ വ്യത്യസ്തമായ ശൈലികൾ കാണാൻ പറ്റും. അങ്ങനെ കടന്ന് പോകുമ്പോൾ പിന്നെ ആ ട്രെയിനിലേക്ക് കയറുന്ന ആളുകൾ തമിഴ് സംസാരിക്കുന്നവരായി മാറുന്നു. അപ്പോൾ മലയാളത്തിൽ തന്നെ, മലയാള ഭാഷ തന്നെ പലതരത്തിൽ പല രീതിയിൽ സംസാരിക്കുന്ന ആളുകളെയും കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ തമിഴ് സംസാരിക്കുന്ന ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തപ്പെടാൻ, നമ്മുടെ ലക്ഷ്യം എന്താണ്? അവിടെ ചെന്നിറങ്ങി നമുക്കാരെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ കാണാനുള്ള ആളെ കാണാനായിട്ടുള്ള ഒരു യാത്ര. ചിലരോട് ഞാൻ പറയാറുണ്ട്, ഒരു ട്രെയിൻ ബോഗിയിൽ AC കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ AC-യിലിരുന്ന് തണുത്ത് വിറച്ച് പോകുന്നവരും റിസർവേഷൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം AC ഒന്നുമില്ലാതെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളോടുകൂടി പോകുന്നവരും തിക്കും തിരക്കുമൊന്നുമില്ലാതെ, എന്നാൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ തിങ്ങിഞ്ഞെരുങ്ങിയവരും, എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും യാത്ര ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ AC-യിലിരുന്നവനും സുഖമായി ഉറങ്ങിയവനും തിങ്ങിഞ്ഞെരുങ്ങി വന്നവനുമൊക്കെ ഒരു ലക്ഷ്യസ്ഥാനത്ത് ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്താണോ അതെല്ലാവരും ഒരുപോലെ ആസ്വദിക്കുകയാണ്. അവിടെ ചൂടാണെങ്കിൽ AC-യിൽ വന്നവൻ ചൂട് അനുഭവിക്കണം. റിസർവേഷനിൽ വളരെ തിക്കും തിരക്കവും ഒന്നുമില്ലാതെ വന്നവൻ, അവൻ ആ തിക്കും തിരക്കുമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങുമ്പോൾ അവനിക്കതൊരു ബുദ്ധിമുട്ടായി മാറും. എങ്കിൽ തിങ്ങിഞ്ഞെരുങ്ങി വന്നവനിക്ക് അവിടുത്തെ ചൂടോ തിരക്കോ ഒന്നും ഒരു വിഷയമല്ല. കാരണം അവൻ ഏറെ ദൂരം അത് അനുഭവിച്ചു തന്നെയാണ് വന്നത്. അപ്പോൾ സുഖലോലുപരായി വരുന്നവർക്കൊക്കെ ഇത്തരം ആത്മീയ തലങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ തിങ്ങിഞ്ഞെരുങ്ങി വരുന്നവർക്കാണ് ഈ
അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. സൂഫി കഥകൾ കേട്ട് ആരും സൂഫി ആകില്ല. പല ആളുകളും പല രീതിയിൽ ആത്മീയപരമായ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതെല്ലാം നമുക്ക് കേൾക്കാം, പഠിക്കാം എന്നല്ലാതെ ഒരാൾക്ക് ഒരു സൂഫിയുടെ ദർശനം കിട്ടണമെങ്കിൽ ഒരു സൂഫിയുമായി ബന്ധപ്പെട്ട് തന്നെ യാത്ര ചെയ്യണം. കഥ കേട്ടുകൊണ്ട് ആർക്കും ഒന്നും ആകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ചിന്തിക്കുക, നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടതെന്ന് ആദ്യം നമ്മളൊന്ന് നല്ലപോലെ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ. പലർക്കും പലതരം ലക്ഷ്യങ്ങളാണ്. പക്ഷെ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ മടിയുള്ളവരുമാണ് ഭൂരിഭാഗം ആളുകൾ. പണമാണ് ആവശ്യമെങ്കിൽ അതിന് ഏതാണോ നല്ല മാർഗം ആ മാർഗത്തിലൂടെ വളരെയധികം പ്രയത്നിക്കുമ്പോൾ അവനിക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുന്നു. ഈ ചാനൽ തന്നെ ഒരു സമയത്ത് വെറുതെ തോന്നി അങ്ങ് പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാനത് നിരന്തരം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിയാത്ത, എനിക്ക് പരിചയമില്ലാത്ത 2000-ന് മേലെ ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണുന്നവർ, കേൾക്കുന്നവരൊക്കെ 1000 പേരോ അല്ലെങ്കിൽ 600 പേരോ, അത് ശരിയായ രൂപത്തിൽ കേൾക്കുന്നവർ ചിലപ്പോൾ വിരലിലെണ്ണാവുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ആളുകൾ ഇതിലേക്ക് വന്നത് ഞാൻ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞാനിതിനൊരു മടി കാണിച്ചാൽ ഇത് ഇവിടെ അവസാനിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മൾ അനുഭവിച്ചു വന്ന അറിവുകൾ അത്തരം സൂഫികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. എന്തു തന്നെയായാലും അതിൽ ഒരു സങ്കടവും വിഷമവും ഒന്നുമില്ല. കാരണം ഈ ലോകം തുടങ്ങിയ കാലം മുതൽ ഭൂരിഭാഗം ആളുകളും സംശയത്തിൻ്റെ ഉടമകളായി തന്നെയാണ് മുന്നേറുന്നത്. എന്തെല്ലാം തരത്തിലുള്ള സംഭാഷണങ്ങളാണ്, സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. നിരീശ്വരവാദിയായ ജബ്ബാർ എന്ന് വിളിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനെ ജബ്ബാർ മാഷ് എന്നാണ് പറയുന്നത്. മാഷെന്ന് വിളിക്കാനായിട്ട് കഴിയില്ല. മാഷെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ രൂപത്തിൽ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് മാഷ്, അധ്യാപകൻ. പക്ഷേ അറിവുകളെ വളച്ചൊടിച്ച് പറയുന്നവരെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നു, ഈ അള്ളാഹ് എന്ന് ഖുർആനിലോ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു കടലാസിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നാണ് പുള്ളിയുടെ ചോദ്യം. ഖുർആൻ തുടങ്ങുന്നത് തന്നെ അലിഫ് ലാം മീം, അങ്ങനെയാണ് ഖുർആൻ തുടങ്ങുന്നത്. അലിഫ് എന്താണെന്ന്, ലാം എന്താണെന്ന്, മീം എന്താണെന്ന് അറിയാത്ത ജബ്ബാറിന് ഈ അള്ളാഹ് എവിടെയാണ് എഴുതി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക? ഗ്രന്ഥങ്ങളൊക്കെ പോട്ടെ, സ്വന്തം കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ചൊന്ന് നിവർത്തി നോക്കിയാൽ മതി. സ്വന്തം കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചിട്ട് അതിലേക്കൊന്ന് നോക്കട്ടെ, കയ്യിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു. അതുപോലും കാണാൻ സമയമില്ലാത്തവരാണ്. അപ്പം അതിന് സമയമില്ല. എനിക്ക് തർക്കിക്കണം, എനിക്ക് ജയിക്കണം, മറ്റുള്ളവരെ തോൽപ്പിക്കണം, എൻ്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തണം. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ചിന്ത. മറിച്ച് ഞാൻ ജനിച്ചത് മരിക്കാനാണ്. മരണം വരെ എൻ്റെ മുമ്പിൽ ഒരു ജീവിതമുണ്ട്. അത് നല്ല രീതിയിലായി അവസാനിക്കണം. എൻ്റെ ഓരോ ചലനങ്ങളും, എൻ്റെ ഓരോ ശ്വാസവും അത് എനിക്ക് നൽകിയ എൻ്റെ റബ്ബിന് വേണ്ടി തന്നെ ആയിരിക്കണം എന്ന കാഴ്ചപ്പാടുള്ളവർ അതിൻ്റെ പൂർണ്ണതയിൽ പോയി അവസാനിക്കും. അല്ലാത്തവരൊക്കെ തർക്കങ്ങളായിട്ട് എവിടെയൊക്കെയോ തടഞ്ഞ് അങ്ങ് കിടക്കും. അവരെവിടെയും എത്തപ്പെടില്ല, ഒരു പൂർണ്ണതയിലും എത്തില്ല. അള്ളാഹു നമ്മളെയൊക്കെ നേരായ രീതിയിലുള്ള വിഷയങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനും നാളത്തെ നമ്മളിലേക്ക് എത്തപ്പെടുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്ന് പറഞ്ഞതുപോലെ മരണം നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്.
നമ്മൾ നടക്കുമ്പോൾ നിഴൽ നമ്മളോടൊപ്പം ഉള്ളതുപോലെ തന്നെ നമ്മുടെ പുറകെ അവനുണ്ട്. ആര്? ഇസ്രായേൽ അലൈഹിസ്സലാം. പലപ്പോഴും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ അസ്രായേൽ ഉണ്ടോ, മീക്കായിൽ ഉണ്ടോ, ജിബിരിലൊക്കെ ഉണ്ടോ എന്ന് സംശയിച്ചു പോകും. കാരണം നമ്മളാരും ഇത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അനുഭവങ്ങൾ കൊണ്ട്, യാത്രകളിലൂടെ, സൂഫിവര്യന്മാരുടെ ആ ഒരു മുഹബത്തിലൂടെ നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സംഭവവികാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ പറയുമ്പോൾ അത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ അത് പരിഹസിക്കാൻ കുറേ എണ്ണങ്ങളുണ്ടാവും. കാരണം അവരത് കണ്ടിട്ടില്ല, അവരതിനു വേണ്ടി പരിശ്രമിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ അത് കാണുകയും അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കുകയും ചെയ്ത ഓരോരോ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നാഗൂര് തന്നെ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടൊരു വിഷയമാണ് മീകായിൽ അലൈഹിസ്സലാം ഉണ്ടോ എന്നുള്ളത്. അവരെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസം മുഹമ്മദ് അലി സാഹിബ് വഫാത്താകാൻ കിടക്കുന്ന ആ മുഹൂർത്തത്തിൽ അവർ കിടക്കുന്ന, ഒരു പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അവരുടെ പെട്ടെന്നുള്ള കരച്ചിലും, അബോധാവസ്ഥയിലാണ്. ആശുപത്രിയിൽ നിന്നെല്ലാം മടക്കി വീട്ടിലാണ് അദ്ദേഹം. ബന്ധുമിത്രാദികളൊക്കെ വീട്ടിലുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊന്ന് ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈമെല്ലെ ഉയരുന്നു, കണ്ണടച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും യാ അസ്രായീൽ, അസ്സലാമു അലൈക്കും യാ അസ്രായീൽ, അസ്സലാമു അലൈക്കും യാ അസ്രായീൽ എന്ന് പറയുകയും ആ കൈ താഴേക്ക് വീഴുകയും ചെയ്യുന്ന കാഴ്ച കണ്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം അസ്രായീലിന് സലാം പറഞ്ഞു കൊണ്ടുപോയ മുഹമ്മദ് അലി സാഹിബ് അവരാണ് എന്നെ വടവൂർക്ക് കൊണ്ടുപോയതും മഹാനവറുകളെ കാണാൻ കഴിഞ്ഞതും. അള്ളാഹു അവരുടെ ഖബറിടം, അവർ ചെയ്ത അമലുകൾ അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിരന്തരം വീഡിയോ കാണുന്ന കുറച്ചാളുകൾ, അവരുടെ പേരെല്ലാം ഓർമ്മയുണ്ട്. അവർ ഓരോ സങ്കടങ്ങളിലാണ് ഓരോരുത്തരും. അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നമുക്ക് പറ്റിപ്പോയ കുറേ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ വീട് അടിച്ചു വാരാതെ ഇട്ട് കഴിഞ്ഞാൽ ആ വീട് അല്പം പൊടിപടലങ്ങൾ കൊണ്ട് നിറയും. രണ്ടാമത്തെ ദിവസവും നമ്മളത് ചെയ്യാതിരുന്നാൽ വീണ്ടും പൊടി വന്ന് കൂടും. അങ്ങനെ നിരന്തരം നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീടടിച്ചു വാരാൻ മടി പിടിക്കുന്നു. അതിനനുസരിച്ച് കൊണ്ട് മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടി ഒടുവിൽ നമുക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പം എന്നും അടിച്ചു വാരി വൃത്തിയാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം അലക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, എല്ലാം ശരി തന്നെയാണെങ്കിലും സ്വന്തം ഭവനം അടിച്ചു വൃത്തിയാക്കി എന്നും വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് ആ ഭവനത്തിൽ കയറുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. എന്നതുപോലെ ആദ്യം നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കുക. ധാരാളം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നുള്ള ദിക്റിനെ വർദ്ധിപ്പിക്കുക, ഒരുപാട് ചെല്ലുക. ഓരോ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചെല്ലുമ്പോഴും കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഓരോ മിസ്റ്റേക്കുകൾ ഓർത്തുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചെല്ലുക. ഓരോ തെറ്റുകളും ഓർക്കുക. എല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ, ഇനി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചെല്ലുക. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകട്ടെ. ഹൃദയം ശുദ്ധിയാകാനുള്ള മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാലും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും അതിനൊരു മാറ്റവും കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓട്ടം വരുന്നത് നമുക്കാണ്. കാരണം നമ്മളിൽ പൊടിപടലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിന്തകളിൽ പലതരം അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കളവ് പറയേണ്ടി വരുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന അഴുക്കുകളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചൊല്ലി
നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. അശുദ്ധിയോടുകൂടി അവനെ സ്മരിക്കുക. നിസ്കരിക്കുന്നവർ അവൻ നമ്മളെ കാണുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. അവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ കരുണയുള്ളവനാണ്. അവൻ്റെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടി നിന്നുകൊണ്ട് അവനെ മാത്രം ഓർത്തുകൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അപ്പോൾ അവൻ്റെ അനുഗ്രഹം നമ്മുടെ പുറകെ വരും. ഇത് വളരെ വിശദമായി പറയേണ്ട ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാഹചര്യം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയട്ടെ. സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, കാരണം വിളിച്ച് ക്ഷണിച്ച് കാണുന്നതിൽ അർത്ഥമില്ല. വന്നെത്തലാണ് എൻ്റെ ശരി. വന്നെത്തേണ്ടവർ വന്നെത്തും. അതെവിടെയുള്ളവരായാലും എത്ര ദൂരെയുള്ളവരായാലും. നിങ്ങളുടെ ഉള്ളിൽ ശരിയായ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല ഇത്തരം സൂഫികളുമായി ബന്ധം സ്ഥാപിപ്പിച്ച് തരും. അപ്പം അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. അതിനേക്കാളും വലിയ സങ്കടം വേറെ ഇല്ലല്ലോ. മരിക്കാനുള്ളവരാണ്. ജീവിതത്തിൽ കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചു പോയി. ഇനി അത് മാറണം. തൗബ ചെല്ലുക, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്നുള്ള ദിക്റിനെ വർദ്ധിപ്പിക്കുക. ആദ്യം നമ്മുടെ ഹൃദയം ശുദ്ധിയാകട്ടെ. ഒപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്തരം പരിഹാരങ്ങളുടെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.